നമ്മളെല്ലാരും സൂക്ഷിച്ചു നോക്കണത്? നമ്മളെ മനസ്സിലായില്ല? നമ്മളെ സൈനബ ആന്ന്, അത് തന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സൈനബെന്നെ. അതോ ബാപ്പല്ലേ പോണത്? മൂപ്പരിവിടെ എത്തിണ്ടോ? റബ്ബേ, എപ്പോഴേനി കാണണ്ട. അതാ പുറത്തേക്ക് പോകണേ. പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹാവൂ, സമാധാനമായി. ഞാൻ ആരാണെന്നറിയോ? ആനമക്കാരെ പുന്നാര മോള് കുഞ്ഞിത്താച്ചുമ്മ. എൻ്റെ ഉപ്പപ്പാക്ക് ഒരാനുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എൻ്റെ മോളാ കുഞ്ഞിപ്പത്തു. ഓളെ നിക്കാഹ് കഴിഞ്ഞിട്ട് വേണം ഇക്കൊന്ന് ഹജ്ജിന് പോകാൻ. ഓളെ നിക്കാഹിന് ഓളെ വാപ്പാൻ്റെ ആൾക്കാർ വന്നില്ലെങ്കിലും ഓളെ കല്യാണം നടക്കും. ഓളെ ആനമക്കാരൻ്റെ പുന്നാരമോള് കുഞ്ഞിപ്പത്തു. ചൂള അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. ബാലകാല സഖി അകത്താക്കി. ശബ്ദങ്ങൾ ഇപ്പോ അകത്താക്കും. ഘോരമായ വിമർശന ബീരങ്കി ഉണ്ടകൾ ഏറ്റ പുസ്തകമാണ്. കണ്ടില്ലേ യാതൊരു സങ്കോചവും ഇല്ലാതെ തിന്നുന്നത്? ഹേ അജ് സുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെ ഇല്ല. എന്റെ പുസ്തകങ്ങൾ ഇനിയും വേറെയുണ്ട്. ഭവതിക്കെല്ലാം വരുത്തി സൗജന്യമായി തരാം. ഉമ്മ ഉമ്മ. എന്തിനാ ബഷീറെ ഇങ്ങനെ തൊള്ള തുറക്കണത്? നമുക്ക് ചെവിക്ക് തീയൊന്നുമില്ല. നമ്മുടെ ചെവി പൊട്ടിപ്പോയി. എന്തേനു കാര്യം? നിങ്ങൾ ഇത് നോക്ക്. ഇത് ആരുടെ ആടാ ഉമ്മ? ഇത് നമ്മുടെ പാത്തുമാന്റെ ആടല്ലേ? ഇവളുടെ ആടിനല്ലേ ഇപ്പൊ ഇവിടെ സ്വാതന്ത്ര്യം. ഹേ ഉമ്മ, ഇവിടെ എന്താ ഇത്ര ബഹളം? കുറെ നേരമായല്ലോ. ഇത് നമ്മുടെ പാത്തുമാന്റെ ആട്. പാത്തുമാന്റെ ആട് പിന്നെയും വന്നോ? പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തുള്ളി പാത്തുമ്മ. എന്താടാ സൈത്താനെ വഴി നിൽക്കണ? മാറിക്കണം. അല്ല, എല്ലാരും ഉണ്ടല്ലോ. എന്തേ ഇവിടെ കാര്യം? അല്ല, നിങ്ങൾ എല്ലാരും ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ? കഞ്ഞിവെള്ളം? നിന്റെ ആട് ഇവിടെയുള്ള പുസ്തകവും കടലാസും കണ്ട പണ്ടാരങ്ങളെല്ലാം തിന്നു കഴിഞ്ഞു. കഞ്ഞിവെള്ളം കൊടുക്കണമെന്നോ? 100 കൂട്ടം പണിയുണ്ട്. അപ്പൊ നിന്റെ ആട്. നിങ്ങളിപ്പോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ കാണാം. എടി പാത്തു, എന്റെ ആട് പറയുമ്പോ ഈ സുബൈദാനെ മറക്കല്ലേ. സുബൈദാക്ക് ഇത്തിരി പാല് തരണേ. തരും തരും, നല്ല അടി തരും. ഹമ്പട പുളുസു. എടി പാത്തു, നിന്റെ ആടില്ലേ എന്റെ 2 പുസ്തകങ്ങളാണ് തിന്നത്. അങ്ങനെ പറയല്ലേ വല്ലിക്കാക്ക. എന്റെ ആട് അതൊന്നും ചെയ്യൂല. നമ്മുടെ അപ്പല്ല വരുന്നേ. എന്റെ വെല്ലിക്കാക്ക ഇതെല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. ആട്, പൂച്ച, പശു, കോഴി, പിള്ളേര്. ആടിനെ തീറ്റിപ്പോറ്റാൻ കണ്ട സ്ഥലം. എന്റെ ആടിനെ പറഞ്ഞാണ്ടല്ലോ. അനുവദിച്ചു കൊടുത്തോ ഉമ്മ? കഞ്ഞെടുക്കുമ്മ. എന്താ പാത്തൂന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ?
നിന്നെ ഞാനിന്ന്. അല്ല, നമ്മുടെ ആടിന് മാത്രമേ ഇവിടെ സ്വാതന്ത്ര്യമുള്ളൂ, നമുക്കൊന്നുമില്ലേ? കടിക്കല്ലേ കടിക്കല്ലേ. ഉള്ളാടത്തി പാറു, ഉള്ളാടത്തി പാറു. വലപിടി വലപിടി. അയ്യോ, മുള്ളണത് ഞാൻ കണ്ടില്ല. ഈ ആടിനെ ഞാൻ. ഉള്ളാടത്തി പാറു, ഉള്ളാടത്തി പാറു. എന്താ അവിടെ ഒരു ബഹളം? വലിയ മൂത്താപ്പ, ഈ ആട്. എന്താടാ, ആടെന്തിനാ നിന്റെ ട്രൗസറെ പിടിച്ചേ? വലിയ മൂത്താപ്പ, നമ്മൾ ഈ വെള്ളപ്പം ഈ ആടിന് കൊടുത്തതാ, എന്നിട്ടാണ് ഈ ആട് ഇങ്ങനെ. അല്ല വലിയ മൂത്താപ്പ, ഈ ആബി വെള്ളപ്പം കുറെ എടുത്ത് ട്രൗസറിന്റെ പോക്കറ്റിലിട്ട് ആടിന്റെ മുന്നിൽ ചെന്നു തിന്നാൻ പറഞ്ഞു നീട്ടി. നേരാ, നമ്മള് കണ്ടതാ. എന്നെ ഇനി വാപ്പ തല്ലും. അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ടെ. വലിയ മൂത്താപ്പ പറയല്ലേ. ഇല്ലടാ, പേടിക്കണ്ട, ഇവരാരും പറയത്തില്ല. കേട്ടോടി പാത്തുക്കുട്ടി, നിങ്ങൾ ഈ വിവരം ആരോടും പറയണ്ട. ലൈല, ഇനി മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറൂന്ന് വിളിക്കരുതിട്ടോ. ശരി മൂത്താപ്പ. എന്നാ എല്ലാരും വാ, നമുക്ക് പുഴയിലേക്ക്